പാലത്തായി കേസിൽ അധ്യാപകനായ കെ പത്മരാജന്റെ ശിക്ഷാവിധി മരവിപ്പിച്ചു. പത്മരാജൻ മാഷിന് ഹൈക്കോടതി ജാമ്യവും അനുവദിച്ചു. പത്മരാജൻ മാഷിന്റെ വാദങ്ങൾ ഗൗരവമേറിയതാണെന്നും തള്ളിക്കളയാനാകില്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിയുടെ ശിക്ഷാവിധി പ്രഥമദൃഷ്ട്യാ തെറ്റാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ ബാബു, എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം? കൂടുതൽ വിവരങ്ങൾ. പാലത്തായി പോക്സോ കേസിൽ പത്മരാജൻ മാഷിന്റെ ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിചാരണ കോടതിയുടെ ശിക്ഷാവിധി അത് പ്രഥമദൃഷ്ട്യാ തെറ്റാണെന്ന് കൂടി ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. പത്മരാജൻ മാഷ് നൽകിയ അപ്പീലിലെ ഇടക്കാല ആവശ്യത്തിലാണ് അനുകൂലമായിട്ടുള്ള ഉത്തരവും നിരീക്ഷണവും ഉണ്ടായിരിക്കുന്നത്. പത്മരാജൻ മാഷ് മുന്നോട്ട് വെച്ച വാദങ്ങൾ അത് ഗൗരവമേറിയതാണ്, അത് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷം രൂപ ബോണ്ട്, 2 ആൾ ജാമ്യവ്യവസ്ഥ, അതോടൊപ്പം തന്നെ ഇര താമസിക്കുന്ന റവന്യൂ ജില്ലയിൽ പ്രവേശിക്കരുത് തുടങ്ങിയ ഉപാധികളോടുകൂടി തന്നെയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അപ്പീലിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ഈ തലശ്ശേരി അതിവേഗ പ്രത്യേക കോടതിയുടെ ശിക്ഷാവിധി അത് അപ്പാടെ റദ്ദാക്കണം എന്നുള്ളതാണ് ആവശ്യം. അതിന്റെ ഇടക്കാല ആവശ്യമായിരുന്നു ശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് ജാമ്യം നൽകണം എന്നുള്ളത്. അത് ഹൈക്കോടതി ആ ഉപഹർജി അനുവദിച്ചിരിക്കുകയാണ്. നേരത്തെ വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്ന ഒരു കേസാണ് ഈ പോക്സോ കേസ്. അതായത് ഈ പറയുന്ന പത്മരാജൻ മാഷിനെതിരായിട്ട് തെളിവുകൾ ഇല്ലാതിരുന്നിട്ട് കൂടി അത് കെട്ടിച്ചമച്ചുകൊണ്ട് ഒരു കേസെടുക്കുകയും അത് പിന്നീട് വലിയ രീതിയിൽ ചർച്ചയാവുകയുമായിരുന്നു. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പുറത്തുവിട്ട ഒരു ഓഡിയോയിലടക്കം പത്മരാജൻ മാഷിനെതിരെ ആദ്യഘട്ടത്തിൽ തെളിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. മാത്രമല്ല, ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചെങ്കിലും മാഷിനെതിരെ യാതൊരുവിധ തെളിവുകളും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന ഇര ആ സമയത്ത് ഈ ഇര പറയുന്ന കുറ്റകൃത്യം നടന്ന ദിവസം പത്മരാജൻ മാഷ് സ്കൂളിൽ എത്തിയിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളും അന്ന് കണ്ടെത്തിയിരുന്നത്. പക്ഷേ മാഷിനെ കേസിൽ കുടുക്കാനായിട്ടുള്ള വലിയൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ശിക്ഷാവിധിയിൽ അപ്പാടെ തെറ്റുകൾ ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ ഈ ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്.